ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? എ. ജി. പി. പിള്ള, ബി. കെ. മാധവൻ നായർ, സി. ചോറ്റൂർ ശങ്കരൻ നായർ, ഡി. കെ. കേളപ്പൻ. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ഉത്തരം സി. ചോറ്റൂർ ശങ്കരൻ നായർ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? എ. വാഗ്ഭടാനന്ദൻ, ബി. അബ്ദുൽ ഖാദർ മൗലവി, സി. കുര്യാക്കോസ്, ഡി. കേളപ്പൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം എ. വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? എ. വൈകുണ്ഠസ്വാമികൾ, ബി. ചട്ടമ്പി സ്വാമികൾ, സി. വാഗ്ഭടാനന്ദൻ, ഡി. അയ്യങ്കാളി. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം എ. വൈകുണ്ഠസ്വാമി. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? എ. ജ്യോതിറാവു ഫൂലെ, ബി. ഡി. കെ. കാർവെ, സി. ബാലഗംഗാധര തിലക്, ഡി. പണ്ഡിറ്റ് രമാബായി. 1916 പൂനെയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഉത്തരം ബി. ഡി. കെ. കാർവെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? എ. പൂനെ കരാർ, ബി. ചൗരി ചൗര സംഭവം, സി. ഒന്നാം വട്ടമേശ സമ്മേളനം, ഡി. രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? ഉത്തരം ബി. ചൗരി ചൗര സംഭവം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവമാണ്. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? എ. ബംഗാൾ, ബി. ബീഹാർ, സി. പഞ്ചാബ്, ഡി. മഹാരാഷ്ട്ര. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ഉത്തരം എ. ബംഗാൾ. സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? എ. കാൺപൂർ, ബി. ബോംബെ, സി. മദ്രാസ്, ഡി. ഡൽഹി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഉത്തരം ബി. ബോംബെ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? എ. വാറൻ ഹോസ്റ്റിങ്സ്, ബി. എം. ജി. റാനഡെ, സി. വില്യം ജോൺസ്, ഡി. രവീന്ദ്രനാഥ് ടാഗോർ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സി. വില്യം ജോൺസ്. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? എ. സുപ്രീം കോടതി, ബി. ഹൈക്കോടതി, സി. സുപ്രീം കോടതിയും ഹൈക്കോടതിയെയും, ഡി. ജില്ലാ കോടതി. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഉത്തരം ബി. ഹൈക്കോടതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? എ. 61 ഭേദഗതി, ബി. 42 ഭേദഗതി, സി. 73 ഭേദഗതി, ഡി. 76 ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്?
ഉത്തരം എ 61 ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി 61 ഭേദഗതി. വിദ്യാഭ്യാസം ഏതു ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ കൺകറന്റ് ലിസ്റ്റ്, ബി യൂണിയൻ ലിസ്റ്റ്, സി സ്റ്റേറ്റ് ലിസ്റ്റ്, ഡി ഇതൊന്നുമല്ല. വിദ്യാഭ്യാസം ഏതു ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം ഏതു ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? എ 2025 മെയ് 2, ബി 2025 മെയ് 3, സി 2025 മെയ് 4, ഡി 2025 മെയ് 6. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? ഉത്തരം എ 2025 മെയ് 2. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? എ ഡൊണാൾഡ് ട്രംപ്, ബി കമല ഹാരിസ്, സി മൈക്ക് വാൾട്സ്, ഡി JD വാൻസ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? ഉത്തരം ഡി JD വാൻസ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി ആര്? എ VP മേനോൻ, ബി KR നാരായണൻ, സി ജോൺ മത്തായി, ഡി KP കേശവമേനോൻ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി ആര്? ഉത്തരം എ VP മേനോൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആര്? എ TT കൃഷ്ണൻ, ബി ഗുൽസാരിലാൽ നന്ദ, സി ജവഹർലാൽ നെഹ്റു, ഡി കൃഷ്ണൻപിള്ള. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആര്? ഉത്തരം ബി ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? എ പാകിസ്ഥാൻ, ബി അഫ്ഗാനിസ്ഥാൻ, സി ചൈന, ഡി നേപ്പാൾ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഉത്തരം സി ചൈന. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? എ വിക്രം സാരാഭായ്, ബി ഡോക്ടർ രാജരാമണ്ണ, സി ഹോമി ജഹാംഗീർ, ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഉത്തരം ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏത്? എ ആന്ധ്രാപ്രദേശ്, ബി തമിഴ്നാട്, സി ഗുജറാത്ത്, ഡി കർണാടക. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം എ ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏത്? എ ഗാന്ധിനഗർ, ബി വയനാട്, സി വാരണാസി, ഡി ഇവയൊന്നുമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏത്? ഉത്തരം സി വാരണാസി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം വാരണാസിയാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്?
എ വി നാരായണൻ, ബി എസ് സ്വാമിനാഥൻ, സി കെ ശിവൻ, ഡി ജി മാധവൻ നായർ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം സി വി നാരായണൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഏത്? എ ഇന്ത്യ, ബി അമേരിക്ക, സി ചൈന, ഡി പാകിസ്ഥാൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഏത്? ഉത്തരം എ ഇന്ത്യ. വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് എന്ത്? എ വള്ളത്തോൾ, ബി മഹാകവി ഉള്ളൂർ, സി ചങ്ങമ്പുഴ, ഡി കുമാരനാശാൻ. വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് എന്ത്? ഉത്തരം സി ചങ്ങമ്പുഴ. ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ്? എ ജൂൺ 5, ബി ജൂൺ 7, സി മാർച്ച് 8, ഡി നവംബർ 1. ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം എ ജൂൺ 5. കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏത്? എ പ്രാവ്, ബി മയിൽ, സി തത്ത, ഡി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏത്? ഉത്തരം ഡി മലമുഴക്കി വേഴാമ്പൽ. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വച്ചാണ്? എ അമേരിക്ക, ബി പാരീസ്, സി ഇന്ത്യ, ഡി ജർമ്മനി. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വച്ചാണ്? ഉത്തരം എ അമേരിക്ക. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലാണ് 2028 ഇനി അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത്. ബാണാസുര അണക്കെട്ട് ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ കൊല്ലം, ബി വയനാട്, സി കോട്ടയം, ഡി ആലപ്പുഴ. ബാണാസുര അണക്കെട്ട് ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബി വയനാട്. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏത്? എ ദില്ലി, ബി ഒഡീസ, സി രാമേശ്വരം, ഡി തഞ്ചാവൂർ. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏത്? ഉത്തരം സി രാമേശ്വരം. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? എ ചാൾസ് ബാബേജ്, ബി ആദം ഓസ്ബോൺ, സി സ്റ്റീവ് ജോബ്സ്, ഡി റൊണാൾഡ് വായ്നെ. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ഉത്തരം എ ചാൾസ് ബാബേജ്. ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? എ ഇസ്ലാമാബാദ്, ബി ബീജിംഗ്, സി കൊളംബോ, ഡി ഇവയൊന്നുമല്ല. ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? ഉത്തരം സി കൊളംബോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? എ മഹാരാഷ്ട്ര, ബി കർണാടക, സി തമിഴ്നാട്, ഡി രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഉത്തരം ഡി രാജസ്ഥാൻ. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? എ പ്രൊഫസർ ആർ ബിന്ദു, ബി ശ്രീ ആന്റണി രാജു, സി ശ്രീമതി വീണ ജോർജ്, ഡി ശ്രീ കെ കൃഷ്ണൻകുട്ടി. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം സി ശ്രീമതി വീണ ജോർജ്.
റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? എ. റഷ്യ, ബി. ജർമ്മനി, സി. ഇന്ത്യ, ഡി. ചൈന. ഉത്തരം ബി. ജർമ്മനി. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? എ. കാൽ ബൈശാലി, ബി. മാംഗോ ഷവർ, സി. വടക്ക് കിഴക്ക് മൺസൂൺ, ഡി. ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ഉത്തരം ഡി. ലൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നുപോകുന്നവ ഏത്? എ. ഉത്തരായന രേഖ, ബി. ഭൂമധ്യരേഖ, സി. ദക്ഷിണായന രേഖ, ഡി. ആർട്ടിക് വൃത്തം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നുപോകുന്നവ ഏത്? ഉത്തരം എ. ഉത്തരായന രേഖ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? എ. കൊൽക്കത്ത, ബി. ഡൽഹി, സി. കൊച്ചി, ഡി. ചെന്നൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ബി. ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? എ. ന്യൂഡൽഹി, വാരണാസി, ബി. അജ്മീർ, ഡൽഹി, സി. ചെന്നൈ, മൈസൂർ, ഡി. ഗാന്ധിനഗർ, മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? ഉത്തരം എ. ന്യൂഡൽഹി, വാരണാസി. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? എ. ബംഗ്ലാദേശ്, ബി. ചൈന, സി. പാകിസ്ഥാൻ, ഡി. നേപ്പാൾ. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഉത്തരം എ. ബംഗ്ലാദേശ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? എ. അംബേദ്കർ, ബി. ജവഹർലാൽ നെഹ്റു, സി. കെ. എം. മുൻഷി, ഡി. ടി. കൃഷ്ണമാചാരി. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എ. ഡോക്ടർ ബി. ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ബി. ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? എ. ഓഗസ്റ്റ് 15, ബി. ഒക്ടോബർ 2, സി. നവംബർ 26, ഡി. ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം സി. നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എ. അനുച്ഛേദം 21A, ബി. അനുച്ഛേദം 24, സി. അനുച്ഛേദം 14, ഡി. അനുച്ഛേദം 51A. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം എ. അനുച്ഛേദം 21A. ഇന്ത്യൻ പാർലമെന്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കിയത്? എ. 2012, ബി. 2013, സി. 2011, ഡി. 2019. ഇന്ത്യൻ പാർലമെന്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കിയത്? ഉത്തരം ബി. 2013. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? എ. അമേരിക്ക, ബി. ദക്ഷിണാഫ്രിക്ക, സി. ബ്രസീൽ, ഡി. ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്?
ഉത്തരം ഡി. ഇന്ത്യ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? എ. ജില്ലാ കോടതി, ബി. സുപ്രീം കോടതി, സി. സബ് കോടതി, ഡി. ഹൈക്കോടതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഉത്തരം ഡി. ഹൈക്കോടതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഉത്തരം ഡി. ഹൈക്കോടതി. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏത്? എ. ജപ്പാൻ, ബി. ഇന്തോനേഷ്യ, സി. ഫിലിപ്പീൻസ്, ഡി. ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏത്? ഉത്തരം ബി. ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഇന്തോനേഷ്യയാണ്. ദക്ഷിണ ധ്രുവം ഏത് വൻകരയിലാണ്? എ. തെക്കേ അമേരിക്ക, ബി. ഓസ്ട്രേലിയ, സി. അന്റാർട്ടിക്ക, ഡി. ഇവയൊന്നുമല്ല. ദക്ഷിണ ധ്രുവം ഏത് വൻകരയിലാണ്? ഉത്തരം സി. അന്റാർട്ടിക്ക. ദക്ഷിണ ധ്രുവം ഏത് വൻകരയിലാണ്? ഉത്തരം സി. അന്റാർട്ടിക്ക. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം ഏത്? എ. ഇന്ത്യ, ബി. അമേരിക്ക, സി. ജപ്പാൻ, ഡി. കാനഡ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം ഏത്? ഉത്തരം ഡി. കാനഡ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം കാനഡയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? എ. പ്രധാനമന്ത്രി, ബി. കേന്ദ്ര സർക്കാർ, സി. രാഷ്ട്രപതി, ഡി. ലോക്സഭാ സ്പീക്കർ. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഉത്തരം ബി. കേന്ദ്ര സർക്കാർ. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന്? എ. 1993 ഒക്ടോബർ 12, ബി. 1995 ഒക്ടോബർ 12, സി. 1991 ഒക്ടോബർ 12, ഡി. 1998 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന്? ഉത്തരം എ. 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ഇന്ത്യൻ ഭരണഘടനയിൽ തുല്യതയുടെ അവകാശം ഉറപ്പു നൽകുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? എ. ആർട്ടിക്കിൾ 15, ബി. ആർട്ടിക്കിൾ 14, സി. ആർട്ടിക്കിൾ 13, ഡി. ആർട്ടിക്കിൾ 12. ഇന്ത്യൻ ഭരണഘടനയിൽ തുല്യതയുടെ അവകാശം ഉറപ്പു നൽകുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഉത്തരം ബി. ആർട്ടിക്കിൾ 14. ഇന്ത്യൻ ഭരണഘടനയിൽ തുല്യതയുടെ അവകാശം ഉറപ്പു നൽകുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 14 പ്രകാരമാണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏത് നിറത്തിൽ കാണപ്പെടുന്നു? എ. ചുവപ്പ് നിറം, ബി. വെള്ള നിറം, സി. ഇരുണ്ട നിറം, ഡി. തവിട്ടു നിറം. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ഉത്തരം സി. ഇരുണ്ട നിറം. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? എ. നേപ്പാൾ ഹിമാലയം, ബി. കുമയൂൺ ഹിമാലയം, സി. ആസാം ഹിമാലയം, ഡി. പഞ്ചാബ് ഹിമാലയം. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ബി. കുമയൂൺ ഹിമാലയം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്?
എ പേപ്പാറ, ബി പള്ളിവാസൽ, സി ശബരിഗിരി, ഡി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഡി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഡി ഇടുക്കി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? എ ഇന്ദിരാഗാന്ധി, ബി നരസിംഹറാവു, സി ജവഹർലാൽ നെഹ്റു, ഡി നരേന്ദ്രമോദി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം സി ജവഹർലാൽ നെഹ്റു. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരം ഏതായിരുന്നു? എ ചാന്നാർ ലഹള, ബി പാലിയം സത്യാഗ്രഹം, സി വൈക്കം സത്യാഗ്രഹം, ഡി നിസ്സഹകരണ പ്രസ്ഥാനം. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരം ഏതായിരുന്നു? ഉത്തരം എ ചാന്നാർ ലഹള. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? എ 1953 നവംബർ 1, ബി 1956 നവംബർ 1, സി 1956 നവംബർ 21, ഡി 1953 നവംബർ 21. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? ഉത്തരം ബി 1956 നവംബർ 1. ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? എ പ്രണയ കഥകൾ, ബി ആകാശ ഊഞ്ഞാൽ, സി ഭൂമിയുടെ സ്പന്ദനം, ഡി ഹൃദയരാഗങ്ങൾ. ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഉത്തരം ഡി ഹൃദയരാഗങ്ങൾ. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? എ അലുമിനിയം മഗ്നീഷ്യം, ബി സിൽക്ക് ഇരുമ്പ്, സി മഗ്നീഷ്യം സിലിക്ക, ഡി അലുമിനിയം സിലിക്ക. ഉത്തരം ഡി അലുമിനിയം സിലിക്ക. ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരം ഏതാണ്? എ രാജീവ് ഗാന്ധി ഖേൽ രത്ന, ബി ദ്രോണാചാര്യ അവാർഡ്, സി അർജുന അവാർഡ്, ഡി ജി.വി. രാജ പുരസ്കാരം. ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരം ഏതാണ്? ഉത്തരം സി അർജുന അവാർഡ്. ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരം അർജുന അവാർഡാണ്. ലോക വയോജന ദിനം എന്നാണ്? എ ജൂൺ 5, ബി ഒക്ടോബർ 1, സി ജൂലൈ 11, ഡി ഡിസംബർ 10. ലോക വയോജന ദിനം എന്നാണ്? ഉത്തരം ബി ഒക്ടോബർ 1. ലോക വയോജന ദിനം ഒക്ടോബർ 1-നാണ്. 150 ദിവസം കൊണ്ട് പായ്ക്കപ്പലിൽ ലോകം ചുറ്റി റെക്കോർഡിട്ട മലയാളി ആര്? എ ടോം ജോസഫ്, ബി അഭിലാഷ് ടോമി, സി ടിൻഡു ലൂക്ക, ഡി ടോമിൻ തച്ചങ്കിരി. 150 ദിവസം കൊണ്ട് പായ്ക്കപ്പലിൽ ലോകം ചുറ്റി റെക്കോർഡിട്ട മലയാളി ആര്? ഉത്തരം ബി അഭിലാഷ് ടോമി. 150 ദിവസം കൊണ്ട് പായ്ക്കപ്പലിൽ ലോകം ചുറ്റി റെക്കോർഡിട്ട മലയാളി അഭിലാഷ് ടോമിയാണ്. മലയാള ഭാഷയ്ക്കായി രൂപം കൊണ്ട സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? എ ബേപ്പൂർ, ബി നിലമ്പൂർ, സി കരിപ്പൂർ, ഡി തിരൂർ. മലയാള ഭാഷയ്ക്കായി രൂപം കൊണ്ട സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ഡി തിരൂർ.
മലയാള ഭാഷയ്ക്കായി രൂപം കൊണ്ട സർവകലാശാലയുടെ ആസ്ഥാനം തിരൂരാണ്. 162 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ടെലഗ്രാഫ് തപാൽ വകുപ്പ് നിർത്തലാക്കിയത് എന്ന്? എ. 2013 മെയ് 15, ബി. 2013 ജൂൺ 15, സി. 2013 ജൂലൈ 15, ഡി. 2013 ഓഗസ്റ്റ് 15. 162 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ടെലഗ്രാഫ് തപാൽ വകുപ്പ് നിർത്തലാക്കിയത് എന്ന്? ഉത്തരം സി. 2013 ജൂലൈ 15. 162 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ടെലഗ്രാഫ് തപാൽ വകുപ്പ് നിർത്തലാക്കിയത് 2013 ജൂലൈ 15. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ പേടകം ഏത്? എ. ക്യൂരിയോസിറ്റി, ബി. ചന്ദ്രയാൻ, സി. മംഗൾയാൻ, ഡി. ഇവയൊന്നുമല്ല. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ പേടകം ഏത്? ഉത്തരം സി. മംഗൾയാൻ. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ പേടകം മംഗൾയാൻ. മണലെഴുത്ത് എന്ന കൃതിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്ക്? എ. എം. ലീലാവതി, ബി. ടി. പത്മനാഭൻ, സി. സുഗതകുമാരി, ഡി. ആറ്റൂർ രവിവർമ്മ. മണലെഴുത്ത് എന്ന കൃതിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്ക്? ഉത്തരം സി. സുഗതകുമാരി. മണലെഴുത്ത് എന്ന കൃതിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത് സുഗതകുമാരി. രാജ്യത്തെ ആദ്യ ശില്പനഗരമായി പ്രഖ്യാപിച്ച സ്ഥലം ഏത്? എ. കോഴിക്കോട്, ബി. കണ്ണൂർ, സി. പാലക്കാട്, ഡി. തിരുവനന്തപുരം. രാജ്യത്തെ ആദ്യ ശില്പനഗരമായി പ്രഖ്യാപിച്ച സ്ഥലം ഏത്? ഉത്തരം എ. കോഴിക്കോട്. രാജ്യത്തെ ആദ്യ ശില്പ നഗരമായി പ്രഖ്യാപിച്ച സ്ഥലം കോഴിക്കോടാണ്. നിങ്ങളെന്നെ കോൺഗ്രസ്സാക്കി എന്ന പുസ്തകം എഴുതിയത് ആര്? എ. സെൽവരാജ്, ബി. എം. ആർ. മുരളി, സി. എ. പി. അബ്ദുള്ളക്കുട്ടി, ഡി. കെ. മുരളീധരൻ. നിങ്ങളെന്നെ കോൺഗ്രസ്സാക്കി എന്ന പുസ്തകം എഴുതിയത് ആര്? ഉത്തരം സി. എ. പി. അബ്ദുള്ളക്കുട്ടി. നിങ്ങളെന്നെ കോൺഗ്രസ്സാക്കി എന്ന പുസ്തകം എഴുതിയത് എ. പി. അബ്ദുള്ളക്കുട്ടി. സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യ കോടതി തുടങ്ങിയത്? എ. കൊച്ചി, ബി. ബോംബെ, സി. പാറ്റ്ന, ഡി. അലഹബാദ്. സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യ കോടതി തുടങ്ങിയത്? ഉത്തരം എ. കൊച്ചി. സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യ കോടതി തുടങ്ങിയത് കൊച്ചിയിലാണ്. കമ്പ്യൂട്ടർ മൗസിന് രൂപം നൽകിയത് ആര്? എ. ഡഗ്ലസ് ഹെൻഗൽ ബർട്ട്, ബി. ചാൾസ് ബാബേജ്, സി. കാൾ കൂപ്പർ, ഡി. ഹംഫ്രി. കമ്പ്യൂട്ടർ മൗസിന് രൂപം നൽകിയത് ആര്? ഉത്തരം എ. ഡഗ്ലസ് ഹെൻഗൽ ബർട്ട്. കമ്പ്യൂട്ടർ മൗസിന് രൂപം നൽകിയത് ആര്? ഉത്തരം എ. ഡഗ്ലസ് ഹെൻഗൽ ബർട്ട്. ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? എ. കേരളം, ബി. ഗുജറാത്ത്, സി. മഹാരാഷ്ട്ര, ഡി. മധ്യപ്രദേശ്. ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ബി. ഗുജറാത്ത്. ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ബി. ഗുജറാത്ത്. നർമ്മദ ബച്ചാവോ ആന്തോളനവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക ആര്? എ. വന്ദന ശിവ, ബി. ആനന്ദി ശരൺ, സി. മേധാ പട്കർ, ഡി. അരുന്ധതി റോയ്. നർമ്മദ ബച്ചാവോ ആന്തോളനവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക ആര്? ഉത്തരം സി. മേധാ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളനവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക ആര്? ഉത്തരം സി. മേധാ പട്കർ.
ദാസി ആട്ടം എന്നറിയപ്പെടുന്ന തെക്കേ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം ഏത്? എ. ഭരതനാട്യം, ബി. മോഹിനിയാട്ടം, സി. കുച്ചിപ്പുടി, ഡി. കുറവഞ്ചി. ദാസി ആട്ടം എന്നറിയപ്പെടുന്ന തെക്കേ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം ഏത്? ഉത്തരം എ. ഭരതനാട്യം. ദാസി ആട്ടം എന്നറിയപ്പെടുന്ന തെക്കേ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം ഭരതനാട്യം. താഴെ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ശതമാനം ജലസേചനം ആവശ്യമുള്ളത് ഏത് കൃഷി ചെയ്യുന്നതിനാണ്? എ. നെല്ല്, ബി. ഗോതമ്പ്, സി. കരിമ്പ്, ഡി. തേയില. താഴെ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ശതമാനം ജലസേചനം ആവശ്യമുള്ളത് ഏത് കൃഷി ചെയ്യുന്നതിനാണ്? ഉത്തരം സി. കരിമ്പ്. ഏറ്റവും കൂടുതൽ ശതമാനം ജലസേചനം ആവശ്യമുള്ളത് കരിമ്പ് കൃഷിക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജംബോ പാസഞ്ചർ ട്രെയിൻ ഏത്? എ. ഡെക്കാൻ ക്യൂൻ, ബി. ഫയറി ക്യൂൻ, സി. ഹിമസാഗർ എക്സ്പ്രസ്, ഡി. തമിഴ്നാട് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ജംബോ പാസഞ്ചർ ട്രെയിൻ ഏത്? ഉത്തരം ഡി. തമിഴ്നാട് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ജംബോ പാസഞ്ചർ ട്രെയിൻ തമിഴ്നാട് എക്സ്പ്രസ്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നതെന്നാണ്? എ. 1954, ബി. 1968, സി. 1970, ഡി. 1975. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നതെന്ന്? ഉത്തരം ഡി. 1975. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നത് 1975-നാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ. എം. വിശ്വേശ്വരയ്യ, ബി. ജവഹർലാൽ നെഹ്റു, സി. ദാദാഭായ് നവറോജി, ഡി. ആർ. കെ. ഷൺമുഖം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എ. എം. വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം. വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്? എ. ജനുവരി 1, ബി. ഏപ്രിൽ 1, സി. സെപ്റ്റംബർ 30, ഡി. മാർച്ച് 31. ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്? ഉത്തരം ബി. ഏപ്രിൽ 1. ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്? ഉത്തരം ബി. ഏപ്രിൽ 1. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? എ. വൈദ്യുത രാസ സെൽ, ബി. ഫ്യൂവൽ സെൽ, സി. വോൾട്ടായിക് സെൽ, ഡി. ഗൽവാനിക് സെൽ. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? ഉത്തരം ബി. ഫ്യൂവൽ സെൽ. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഫ്യൂവൽ സെൽ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? എ. മഹാരാഷ്ട്ര, ബി. ഗുജറാത്ത്, സി. പശ്ചിമ ബംഗാൾ, ഡി. കർണാടക. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം സി. പശ്ചിമ ബംഗാൾ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം സി. പശ്ചിമ ബംഗാൾ. ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? എ. നുബ്ര, ബി. ബിയാസ്, സി. സത്ലജ്, ഡി. പെരിയാർ. ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? ഉത്തരം എ. നുബ്ര. ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? ഉത്തരം എ. നുബ്ര. 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന്
നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? എ. അശോക് മേത്ത കമ്മിറ്റി, ബി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, സി. സർക്കാരിയ കമ്മിറ്റി, ഡി. പി.കെ. തുംഗൻ കമ്മിറ്റി. 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? ഉത്തരം ഡി. പി.കെ. തുംഗൻ കമ്മിറ്റി. 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി പി.കെ. തുംഗൻ കമ്മിറ്റി. 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എ. പരിസ്ഥിതി പുനർജീവനം, ബി. ഒരു ഭൂമി മാത്രം, സി. ജൈവ വൈവിധ്യം, ഡി. പ്ലാസ്റ്റിക്കിനെ തുരത്താം. 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം അതായത് തീം എന്താണ്? ഉത്തരം ബി. ഒരു ഭൂമി മാത്രം. 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഒരു ഭൂമി മാത്രം. മൗലിക അവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? എ. ആർട്ടിക്കിൾ 19, ബി. ആർട്ടിക്കിൾ 32, സി. ആർട്ടിക്കിൾ 44, ഡി. ആർട്ടിക്കിൾ 226. മൗലികാവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം ഡി. ആർട്ടിക്കിൾ 226. മൗലികാവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 226 ആണ്. കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയം ഏവ? എ. വിദ്യാഭ്യാസം, ബി. ജയിൽ, സി. ബാങ്കിങ്, ഡി. റെയിൽവേ. കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയം ഏവ? ഉത്തരം എ. വിദ്യാഭ്യാസം. കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയം വിദ്യാഭ്യാസമാണ്. സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലം പ്രയോജനപ്പെടുത്തിയാണ്. എ. രാസഫലം, ബി. യാന്ത്രിക ഫലം, സി. താപഫലം, ഡി. പ്രകാശഫലം. സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലം പ്രയോജനപ്പെടുത്തിയാണ്. ഉത്തരം സി. താപഫലം. സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഡാഷ് ഫലം പ്രയോജനപ്പെടുത്തിയാണ്. ഏത് ഫലം പ്രയോജനപ്പെടുത്തിയാണ്? വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയാണ് സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം എത്ര? എ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ, ബി. ജൂൺ 1 മുതൽ ജൂലൈ 31 വരെ, സി. ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ, ഡി. മാർച്ച് 31 മുതൽ ഏപ്രിൽ 31 വരെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം എത്ര? ഉത്തരം എ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം എത്ര? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം. ജാലിയൻവാലാ ബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം ഏത്? എ. നിസ്സഹകരണ പ്രസ്ഥാനം, ബി. ഉപ്പ് നിയമ ലംഘനം, സി. റൗലറ്റ് നിയമം, ഡി. സിവിൽ നിയമ ലംഘനം. ജാലിയൻവാലാ ബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം ഏത്? ഉത്തരം സി. റൗലറ്റ് നിയമം. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ കരിനിയമം റൗലറ്റ് നിയമം. മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്ത്? എ. സ്നേഹസ്വാന്തനം, ബി. ആശ്വാസകിരണം, സി. പ്രത്യാശ, ഡി. സ്നേഹപൂർവം. മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഡി. സ്നേഹപൂർവം.
മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാൽ അവരിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയാണ് സ്നേഹപൂർവ്വം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? എ. പോറ്റി ശ്രീരാമലു, ബി. ആർ. അംബേദ്കർ, സി. കെ. എം. പണിക്കർ, ഡി. ഭട്ടതിരിപ്പാട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ആരായിരുന്നു? ഉത്തരം കെ. എം. പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം കെ. എം. പണിക്കറായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? എ. ജവഹർലാൽ നെഹ്റു, ബി. സുകുമാർ സെൻ, സി. ഫസൽ അലി, ഡി. ജെ. കൃപലാനി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഉത്തരം ബി. സുകുമാർ സെൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഉത്തരം ബി. സുകുമാർ സെൻ. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച സംസ്ഥാനം ഏത്? എ. തമിഴ്നാട്, ബി. കർണാടക, സി. കേരളം, ഡി. ഒറീസ. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ബി. കർണാടക. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച സംസ്ഥാനം ഏത്? കർണാടക. കർണാടകയിലെ ചിക്കമംഗളൂരു ജില്ലയിലെ ബാബ ബുദാൻ കുന്നുകളിലാണ് ഇന്ത്യയിൽ ആദ്യം കാപ്പി കൃഷി ആരംഭിച്ചത്. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ചോദിച്ചാൽ ബാബ ബുദാൻ ആണ്. ബാബ ബുദാൻ കുന്നുകളാണ്. തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? എ. മാർത്താണ്ഡ വർമ്മ, ബി. ശ്രീ ചിത്തിര തിരുനാൾ, സി. ഗൗരി ലക്ഷ്മി ബായ്, സി. ഗൗരി പാർവതി ബായ്. തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഉത്തരം ഡി. ഗൗരി പാർവതി ബായ്. തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഉത്തരം ഡി. ഗൗരി പാർവതി ബായ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി. ആർ. അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം ഏത്? എ. ആർട്ടിക്കിൾ 19, ബി. ആർട്ടിക്കിൾ 22, സി. ആർട്ടിക്കിൾ 32, ഡി. ആർട്ടിക്കിൾ 52. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി. ആർ. അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം സി. ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി. ആർ. അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം ഉത്തരം സി. അനുച്ഛേദം 32. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ. ഗുജറാത്ത്, ബി. കേരളം, സി. മഹാരാഷ്ട്ര, ഡി. ആന്ധ്രാപ്രദേശ്. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഡി. ആന്ധ്രാപ്രദേശ്. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരു അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരം ഉള്ളത് ആർക്ക്? എ. ഗവർണർ, ബി. ഹൈക്കോടതി, സി. മുഖ്യമന്ത്രി, ഡി. ചീഫ് സെക്രട്ടറി. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരം ഉള്ളത് ആർക്ക്? ഉത്തരം ബി. ഹൈക്കോടതി. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ഹൈക്കോടതിക്കാണ്. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏത്? എ. ചെറുതന, ആലപ്പുഴ ജില്ലയിൽ, ബി. പുതുശ്ശേരി, പാലക്കാട് ജില്ലയിൽ, സി. അളഗപ്പ നഗർ,
തൃശ്ശൂർ ജില്ലയിൽ. ഡി. പെരുമ്പടപ്പ മലപ്പുറം ജില്ലയിൽ. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏത്? ഉത്തരം എ. ചെറുതന, ആലപ്പുഴ ജില്ലയിൽ. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഉത്തരം ചെറുതന, ആലപ്പുഴ ജില്ലയിലെ ചെറുതന എന്ന പഞ്ചായത്തിനാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏത്? എ. നിക്കൽ, ബി. ചെമ്പ്, സി. സിങ്ക്, ഡി. അലുമിനിയം. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏത്? ഉത്തരം എ. നിക്കൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏത്? ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? എ. ലിഥിയം, ബി. ബെറീലിയം, സി. ഫ്ലൂറിൻ, ഡി. ഹീലിയം. ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ഉത്തരം ഡി. ഹീലിയം. ഏതിനാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? ഹീലിയത്തിനാണ്. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? എ. കഥകളി, ബി. കൂത്ത്, സി. കുടിയാട്ടം, ഡി. ഓട്ടൻതുള്ളൽ. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം സി. കുടിയാട്ടം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കുടിയാട്ടം. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏത്? എ. ഹോക്കി, ബി. ഫുട്ബോൾ, സി. ക്രിക്കറ്റ്, ഡി. ടെന്നീസ്. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏത്? ഉത്തരം ബി. ഫുട്ബോൾ. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഫുട്ബോളാണ്. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആര്? എ. വള്ളത്തോൾ, ബി. ഒ. എൻ. വി. കുറുപ്പ്, സി. ഇടശ്ശേരി, ഡി. പൂന്താനം. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആര്? ഉത്തരം എ. വള്ളത്തോൾ. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി വള്ളത്തോളാണ്. പശ്ചിമഘട്ടം കടന്നുപോകാത്ത സംസ്ഥാനം ഏത്? എ. ഗുജറാത്ത്, ബി. മഹാരാഷ്ട്ര, സി. ഉത്തർപ്രദേശ്, ഡി. കർണാടക. പശ്ചിമഘട്ടം കടന്നുപോകാത്ത സംസ്ഥാനം ഏത്? ഉത്തരം സി. ഉത്തർപ്രദേശ്. പശ്ചിമഘട്ടം കടന്നുപോകാത്ത സംസ്ഥാനം ഉത്തർപ്രദേശാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? എ. കനോളി, ബി. എൻ. ആർ. നായർ, സി. ബോർഡിലോൺ, ഡി. രാമറാവു. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ഉത്തരം സി. ബോർഡിലോൺ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ഉത്തരം സി. ബോർഡിലോൺ. കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏത്? എ. ആഞ്ഞിലി, ബി. അക്കോഷ്യ, സി. യൂക്കാലിപ്റ്റസ്, ഡി. കാറ്റാടി. കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏത്? ഉത്തരം എ. ആഞ്ഞിലി. കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏത്? ഉത്തരം എ. ആഞ്ഞിലി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? എ. ഡെറാഡൂൺ, ബി. ഡൽഹി, സി. ഭോപ്പാൽ, ഡി. മുംബൈ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു?
ഉത്തരം സി ഭോപ്പാൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം സി ഭോപ്പാൽ. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? എ നീലത്തിമിംഗലം, ബി തിമിംഗല സ്രാവ്, സി ഡോൾഫിൻ, ഡി തിരണ്ടി. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? ഉത്തരം ബി തിമിംഗല സ്രാവ്. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി തിമിംഗല സ്രാവ്. താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏത്? എ തേക്കടി, ബി വയനാട്, സി പറമ്പിക്കുളം, ഡി ഇവയൊന്നുമല്ല. താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏത്? ഉത്തരം ബി വയനാട്. താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഉത്തരം ബി വയനാട്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? എ സാൽ, ബി ചെങ്കുറുഞ്ഞി, സി പൈൻ, ഡി ഇവയൊന്നുമല്ല. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? ഉത്തരം ബി ചെങ്കുറുഞ്ഞി. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഉത്തരം ബി ചെങ്കുറുഞ്ഞി. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ്? എ 1927, ബി 1986, സി 1972, ഡി 1980. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ്? ഉത്തരം ബി 1986. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം ബി 1986. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? എ ചൂലന്നൂർ, ബി തട്ടേക്കാട്, സി ആറളം, ഡി ചെന്തുരുണി. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ഉത്തരം എ ചൂലന്നൂർ. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ഉത്തരം എ ചൂലന്നൂർ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ഒരു ജില്ല ഏത്? എ കാസർഗോഡ്, ബി കണ്ണൂർ, സി കൊല്ലം, ഡി തിരുവനന്തപുരം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്തൊരു ജില്ല ഏതാണ്? ഉത്തരം എ കാസർഗോഡ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്തൊരു ജില്ല ഏതാണ്? ഉത്തരം എ കാസർഗോഡ്. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? എ ഡൽഹി, ബി ബാംഗ്ലൂർ, സി മുംബൈ, ഡി ചെന്നൈ. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ഉത്തരം ഡി ചെന്നൈ. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ഉത്തരം ഡി ചെന്നൈ. സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? എ മുഖ്യമന്ത്രി, ബി വനം മേധാവി, സി ചീഫ് സെക്രട്ടറി, ഡി വനം മന്ത്രി. സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? ഉത്തരം എ മുഖ്യമന്ത്രി. സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? ഉത്തരം എ മുഖ്യമന്ത്രി. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആര്? എ ബഹദൂർ ഷാ രണ്ടാമൻ, ബി നാനാ സാഹിബ്, സി താന്തിയോ തോപ്പി, ഡി കൺവർ സിംഗ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആര്? ഉത്തരം സി താന്തിയ തോപ്പി. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവാണ് താന്തിയ തോപ്പി.
ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? എ. ആന്ധ്രാപ്രദേശ്, ബി. കർണാടക, സി. കേരളം, ഡി. മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം എ. ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ? എ. ജനീവ, ബി. റോം, സി. വിയന്ന, ഡി. ന്യൂയോർക്ക്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം എ. ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. 2023 150-ാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ ആര്? എ. ഡോക്ടർ പൽപ്പു, ബി. വക്കം അബ്ദുൽ ഖാദർ മൗലവി, സി. ശ്രീനാരായണ ഗുരു, ഡി. ചട്ടമ്പിസ്വാമികൾ. 2023 150-ാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ ആര്? ഉത്തരം ബി. വക്കം അബ്ദുൽ ഖാദർ മൗലവി. 2023 150-ാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. GST നിലവിൽ വന്നത് എന്ന്? 2016 ജൂലൈ, ബി. 2016 ഏപ്രിൽ, സി. 2017 ജൂലൈ, ഡി. 2017 ഏപ്രിൽ. GST നിലവിൽ വന്നത് എന്ന്? ഉത്തരം സി. 2017 ജൂലൈയിൽ. GST നിലവിൽ വന്നത് 2017 ജൂലൈയിൽ. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏത്? എ. അനുച്ഛേദം 62, ബി. അനുച്ഛേദം 109, സി. അനുച്ഛേദം 32, ഡി. അനുച്ഛേദം 248. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏത്? ഉത്തരം ഡി. അനുച്ഛേദം 248. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? എ. യൂണിയൻ ലിസ്റ്റ്, ബി. സ്റ്റേറ്റ് ലിസ്റ്റ്, സി. കൺകറന്റ് ലിസ്റ്റ്, ഡി. അവശിഷ്ടാധികാരം. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ഉത്തരം സി. കൺകറന്റ് ലിസ്റ്റ്. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നവയാണ് ട്രേഡ് യൂണിയനുകൾ.